നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിട്ട് ഒരു വലിയ വിഭാഗം ആളുകൾ അവരെ PR ടീം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകളും രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാൻ നമ്മൾ രാഹുൽ ഈശ്വറിനെ പോലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്ഷകനായി അവതരിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറിനെ പോലെ ലാപ്ടോപ്പൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് അത് ആദ്യം ഒന്ന് കേൾക്കാം. എന്നിട്ട് അതിന് താഴെ ആ ഒരു വീഡിയോക്ക് താഴെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള സംസ്കാരം അതുകൂടെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനത്തിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ്. പണ്ട് സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഒരു ലൈംഗിക അതിക്രമ കേസ് കോവളം MLA-ക്കെതിരെ വന്നപ്പോൾ അദ്ദേഹം എത്ര ആത്മസംയമനത്തോടു കൂടിയാണ് ആ കാര്യം നേരിട്ടത്. അദ്ദേഹം എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഇതേക്കുറിച്ചോ മാധ്യമപ്രവർത്തകരെ കുറിച്ചോ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം ആത്മസംയമനം പാലിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? വീണ്ടും അദ്ദേഹത്തിന് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. അല്ല, ഈ PR വർക്കിന്റെ കാര്യമൊക്കെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയുമ്പോൾ വലിയ എന്താ പറയുക, വലിയ എന്തോ സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ പ്രവർത്തകന് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നേതാവായിട്ട് ഉയർന്നു വന്നതിൻ്റെ മുഖ്യ കാരണം അത് PR വർക്കാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ തന്നെ MP ആയിട്ടുള്ള UDF-ൻ്റെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ആണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തായാലും ബാക്കി കേൾക്കാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടിന്റെ നേതാക്കന്മാർക്ക് എന്തൊക്കെയോ വലിയ സംഭവമുണ്ട്. ഭയങ്കര എന്താണ് പ്രബുദ്ധത, അല്ലേ? എന്തോ ഒരു പ്രബുദ്ധത ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നേതാവിൻ്റെ പരിവേഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രബുദ്ധത എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനില്ലാത്തത് എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം കൂടെ ഉണ്ണിത്താൻ കാണിച്ചിരുന്നെങ്കിൽ ഉണ്ണിത്താണ് ഞാൻ കൈയടിച്ചേനെ. പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത്. നിയമമല്ലല്ലോ പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ഈ എര മുഖ്യമന്ത്രിയെ പോയി കാണാനും ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ ഉണ്ണിത്താനെ. അത് എരയല്ല ഇര എന്നാണ് പറയട്ടോ. എര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറിപ്പോവും. അപ്പം അത് എരയല്ല ഇരയാണ് എന്ന് ആദ്യം ഉണ്ണിത്താനൊന്ന് ഒരു ചെറിയ കറക്ഷൻ. പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ്. നേരെ മറിച്ച് ഈ KPCC സ്വീകരിച്ച നടപടി, പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി അത് ശിരസ വഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു കാരണം KPCC-യും കൂടെ അതിൻ്റെ ഒരു കാരണമാണ്. കാരണം നിങ്ങളൊരു നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക് നിങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കാണ്? അത് KPCC-ക്കാണ്. അത് KPCC-യുടെ പോരായ്മയാണ്. ആ KPCC-യുടെ പോരായ്മ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിത്താൻ ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ.
എന്തായാലും അതിൻ്റെ ഒരു കാരണം KPCC കൂടി ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല, പാർലമെന്ററി പാർട്ടിക്കില്ല. അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. കാരണം ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് അന്നം തിന്നുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ഷാഫി പറമ്പിലിനെ കുറിച്ചാണ്. ഷാഫി പറമ്പിൽ ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? ഷാഫി പറമ്പിലിനോട് പല പ്രാവശ്യം പല ആവർത്തി എല്ലാ മാധ്യമങ്ങളും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷാഫി പറമ്പിൽ. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിട്ട് അവതരിച്ചിട്ടുള്ളത് ഷാഫി പറമ്പിലാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഷാഫി പറമ്പിലിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അതിന് മറുപടി പറയാതെ എന്തെല്ലാമോ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ആ ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ണിത്താൻ ഈ പറഞ്ഞത് എന്ന് അന്നം തിന്നുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അതെ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയത്? കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് ആ ഒരു ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ നാറിയാണ്. ആ നാറിയവന് പേറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. ഇത് എൻ്റെ വാക്കുകളല്ല, ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും തയ്യാറാകണം. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഇതിൽ അപരാധം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഏകദേശം ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. അതിൻ്റെ മുഴുവൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ണിത്താൻ്റെ തന്നെ സ്വന്തം ഫേസ്ബുക്ക് ചാനലിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലും ഇത് അവൈലബിൾ ആണ്. ഇനി എനിക്ക് കാണിച്ചു തരാനുള്ളത്, അതായത് ഉണ്ണിത്താൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം, കോൺഗ്രസ് പാർട്ടിയുടെ ലെഗസി, കോൺഗ്രസ് പാർട്ടിയുടെ എന്താ പറയുക പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിത്താൻ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ സംസ്കാരം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തെറിയാണ്. ഉണ്ണിത്താനെ എന്താ പറയുക, താ പാ മാ എന്നെല്ലാം കൂട്ടിയിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില സെൻസർ ചെയ്യപ്പെടാത്ത ചില തെറികളുണ്ടല്ലോ, ചില കമൻറ്റുകൾ. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. താങ്കളും അന്നൊരിക്കൽ ഇതുപോലെ നാറിയിട്ടുണ്ട്, അത് സത്യമായിരുന്നോ? കേസ് തെളിയട്ടെ, എന്നിട്ട് പോരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്താൻ. രാഷ്ട്രീയപരമായി ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ പതനത്തിലേക്ക് പോകും. ഈ കേസ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? താങ്കൾ അന്നൊരിക്കൽ ഇതുപോലെ നാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസ് മഞ്ചേരിയിലെ എന്തോ ഒരു പിന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്താൻ, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ണിത്താൻ ഒരു ക്ലാസ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു വിവാദമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല, എന്തായാലും അതാണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്തൊരു കമൻറ്റ് വായിക്കാം. അയ്യോ, ഇത് കുറച്ചും കൂടെ കട്ടിയാണ്. തന്നെ തുണിയില്ലാതെ പിടിച്ചപ്പോൾ ഞങ്ങളും ഇങ്ങനെ കരുതിയാൽ മതിയായിരുന്നു ചേട്ടാ, പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ആ തെറ്റ് ഞങ്ങൾ തിരുത്തിക്കോളാം. തുണിയില്ലാതെ പിടിച്ചാ ഉണ്ണിത്താനെയാ? മഞ്ചേരിയത്തെ കേസാണ് ഈ പറയണത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ കയറിയിട്ട് തന്തക്കും തള്ളക്കും തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ. അതേ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പറയണത് മഞ്ചേരിയിൽ നിന്ന് ഉണ്ണിത്താനെ തുണിയില്ലാതെ പിടിച്ചു എന്ന്. എങ്ങടാണ് ഈ സമൂഹം പോകുന്നത്? എങ്ങോട്ടാണ് ഈ കോൺഗ്രസിൻ്റെ സംസ്കാരം പോകുന്നത്? ഇനി അടുത്ത കമൻറ്റ്. ഉണ്ണിത്താനെ വിളമ്പുമ്പോൾ നോക്കി വിളമ്പ്, ചിലപ്പോൾ ഉണ്ണാൻ പറ്റാതെ വരും. മൈക്ക് കാണുമ്പോൾ കവാത്ത് മറക്കരുത്. കേട്ടല്ലോ ഉണ്ണിത്താനെ, കവാത്ത് മറന്നു പോരുത്. അപ്പോൾ ഇനി അടുത്തൊരു കമൻറ്റ്, കുറച്ചും കൂടി വളരെ സെൻസിറ്റീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഒരു കമൻറ്റ് വായിക്കാം. താൻ എന്ത് കോൺഗ്രസ് MP ആണോ ഊളെ? 3 മാസം പരാതിക്കാരില്ലാത്ത ഇപ്പോൾ വന്ന് പരാതി കൊടുക്കുന്നു. അതിനുള്ളിലെ കള്ളക്കളി എല്ലാവർക്കും മനസ്സിലായി, താങ്കൾക്കും അത് മനസ്സിലായില്ല.
താങ്കളെപ്പോലുള്ളവരാണോ കോൺഗ്രസ് പാർട്ടിയുടെ കാലൻ എന്ന് പറയുന്നത്? ഇതൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇതൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാരാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചിരി അടക്കാൻ പറ്റാത്തത്. അടുത്തത്, എല്ലാവരും പറയുന്ന ഒരു ഒറ്റ കേസാണ് കേട്ടോ. ഉണ്ണിത്താനം മഞ്ചേരിയിലെ കേസുമായിട്ട്, മഞ്ചേരിയിലെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ബന്ധപ്പെട്ടിട്ടാണ് ആളുകൾ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്യുന്നത്. അടുത്ത കമൻറ്റ്, ഉണ്ണിത്താനെ പഴയതൊന്നും ആരും മറന്നിട്ടില്ല. നിന്നെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഉടുതുണിയില്ലാതെ നാട്ടുകാർ പൊക്കിയത് ഒക്കെ മറക്കാൻ പറ്റുമോ? ഏട്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പോലും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പൊക്കി, തുണിയില്ലാതെ പൊക്കി, മഞ്ചേരിയിൽ നിന്ന് തുണിയില്ലാതെ ഓടി. എന്തായാലും ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തമായിട്ട് വായിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതേപോലെ ലാപ്ടോപ്പും പൊക്കി പിടിച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കാൻ നടക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു പെർവേർട്ടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇതേതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഒരുപാട് ആളുകൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള പെർവേർട്ടുകളെ തിരിച്ചറിയാനും പെർവേർട്ടുകളെ മാറ്റി നിർത്താനുമുള്ള സാമാന്യ മര്യാദ, സാമാന്യ യുക്തി കോൺഗ്രസ് കാണിക്കണം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കാണിക്കണം. അത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഉണ്ണിത്താൻ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ പതനത്തിന് വേണ്ടിയിട്ടല്ല, കോൺഗ്രസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കോൺഗ്രസിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയിട്ട്, നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിന് താഴെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR ടീം വന്നിട്ട് തെറി വിളിക്കാനുമുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാവിധ അഭിവാദ്യങ്ങളും.